ഈ നാടിനാപത്താണ്. മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ടിപ്പർ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഭാര്യ ഭർത്താവെന്ന് പറയുന്നത് കേട്ടോ. അയ്യോ, അവർ ശരിക്കും പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം ആ വീഡിയോ കാണുന്ന സമയത്ത്. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ. ഒരു സ്ഥലത്ത് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അത് ദേശീയപാത ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ തുരങ്കമായിക്കോട്ടെ, എന്താണെങ്കിലും പ്രദേശത്തെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് അങ്ങനൊരു സ്റ്റഡി ചെയ്യാതെയാണ് ഇവർ ഈ ഒരു പ്രവർത്തനം നടത്തിയത്. അതെനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോൾ ശരിക്കുള്ള ലാൻഡ് സ്ലൈഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് സോയിൽ നെയിൽ ടെക്നോളജിയാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നത്. ഈ സോയിൽ നെയിൽ ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ ദേശീയപാത അതേപോലെ തന്നെ മലമ്പ്രദേശങ്ങളിലൊക്കെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെക്നോളജിയാണ് സോയിൽ നെയിൽ ടെക്നോളജി എന്ന് പറയുന്നത്. കാരണം മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭൂമി പ്രദേശവുമായിട്ട് അത് വർക്കാകുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് അത് നടത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം ഇവർ നന്നായിട്ട് സ്റ്റഡി ചെയ്തായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം വരുന്നത്. ഇനിയിപ്പം ഒരു ലാൻഡ് സ്ലൈഡ് വന്നു, തുരങ്കപാതയുടെ ആ ഒരു പ്രദേശത്തെ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോയി, അതൊക്കെ സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ പുനർപ്രവർത്തനം എന്നും പറഞ്ഞു വരും, പുനർനിർമ്മാണം. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യാതെ ഒരു പുനർനിർമ്മാണമെന്നും പറഞ്ഞ് ഇവർ വന്നു കഴിഞ്ഞാൽ ഇത്ര കോടി രൂപയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇത് ഇവർ പുനർനിർമ്മാണമെന്നും പറഞ്ഞ് വരും, പിന്നെ ഇതേപോലൊക്കെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കോടിക്കണക്കിന് രൂപ അത് നഷ്ടമായി പോകത്തേ ഉള്ളൂ. പിന്നെ അത് വീണ്ടും പുനർനിർമ്മാണമെന്നും പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ പുനർനിർമ്മാണമെന്നും പറഞ്ഞ് വരും. അപ്പോൾ വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നഷ്ടത്തിലായി പോകത്തുള്ളൂ. ഈ കോടിക്കണക്കിന് രൂപ സാധാരണ ജനങ്ങളുടെയാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ പൈസയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഈ സോയിൽ നെയിൽ ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നോളജി ആയിട്ടാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ എത്രത്തോളം നല്ല രീതിയിൽ വർക്കൗട്ടാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇത് പുനർനിർമ്മാണം ആണെങ്കിൽ കൂടി അത് ചെയ്യാന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞപ്പോൾ 2024 സോമൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ മാവോയിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. തുരങ്കപാത ഈ നാടിനാപത്താണ്. തുരങ്കപാത നാടിനാപത്ത്. തുരങ്കപാത ഉപേക്ഷിക്കുക. തുരങ്കപാത ഉപേക്ഷിക്കുക. ചൂരൽമല ദുരന്തത്തിന് വെറും 750 കോടി രൂപ മാത്രമാണ്. ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ്. മറന്നുപോണ്ട, ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുരങ്കപാത ഉണ്ടാക്കുന്നു. തുരങ്കപാത ഈ നാടിനാപത്താണ്. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ പ്രതികരിച്ച ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറി അറസ്റ്റ് ചെയ്യാണ്. അയാൾ പറയുന്നത് ശരിയോ തെറ്റോ എന്നല്ല, അയാളെ അന്നേരം